ഹല്ലേലൂയ. ദരിദ്രരെ സമ്പന്നരാക്കുന്ന ദൈവത്തിന്റെ കൃപ. 2 കൊരിന്ത്യരുടെ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനഭാഗം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ദൈവത്തിന്റെ കൃപയെ അറിയുവാൻ ദൈവം തന്റെ ദാസരെ അവിടുന്ന് കൃപയാൽ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് തന്റെ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് അവന്റെ സമ്പന്നതയുടെ കൃപ വെളിപ്പെടുത്തിയത്. അവന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നാം അറിയേണ്ട ദൈവകൃപ. അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന നമുക്ക് സ്വർഗം തരുവാൻ വേണ്ടി അവൻ ദൈവമഹത്വം വിട്ട് നമ്മെ പിതാവിനോടൊപ്പം ഇരുത്തുവാൻ വേണ്ടി അവൻ തേജസ് ഉപേക്ഷിച്ചു നമ്മെ തേജസ്കരിക്കുവാൻ വേണ്ടി അവൻ ദാസരൂപം എടുത്തു. അവൻ വീടില്ലാത്തവനായി പുൽത്തൊട്ടിയിൽ നമുക്ക് വേണ്ടി പൂജാതനായി കടന്നു വരാനിട വന്നു. നമുക്ക് ഭവനം തരുവാൻ വേണ്ടി കർത്താവ് വിരൂപനാക്കപ്പെട്ടു. നമ്മെ രൂപം വരുത്തുവാൻ വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ മുറിവ് കെട്ടുവാൻ വേണ്ടി അവൻ കരഞ്ഞു, ഉറക്കെ നിലവിളിച്ചു, നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടി അവൻ നഗ്നനായി നമ്മെ ഉടുപ്പിക്കുവാൻ വേണ്ടി അവൻ ബന്ധിക്കപ്പെട്ടു, നമ്മെ സ്വതന്ത്രനാക്കാൻ വേണ്ടി അവൻ നിന്ദനായി നമ്മളെ അവിടുന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി നമ്മൾ മാനമുള്ളവരായി മാറേണ്ടതിന് നമുക്ക് വേണ്ടി എൻ്റെ കർത്താവ് നിന്ദനായെങ്കിൽ അവൻ പിതാവിനാൽ കൈവിടപ്പെട്ടു നമ്മെ കൈക്കൊള്ളുവാൻ വേണ്ടി അവൻ വേദനിക്കപ്പെട്ട് പുളഞ്ഞു നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ ജീവൻ തന്നു നമ്മളെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ജീവൻ തന്ന ദൈവമാണ്. നമ്മൾ ജീവനുള്ള ദൈവ പൈതലായി വേർതിരിയപ്പെടേണ്ടതിനാണ്. ഈ കൃപ നിങ്ങൾ അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെ ചിലരെ സമ്പന്നരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ ഇടവരുന്നുണ്ടോ? ദൈവം തന്ന കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത മനുഷ്യന് സൗജന്യമായി ദൈവം നൽകുന്ന ദാനത്തെയാണ് കൃപയെന്ന് പറയുന്നതെങ്കിൽ നമുക്കൊരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് പോലും ദൈവസന്നിധിയിൽ നമ്മളെ യോഗ്യരാക്കി നിർത്തിയ ദൈവമുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കഴിവോ അറിവോ ജ്ഞാനമോ പ്രാപ്തിയോ ഒന്നും കണ്ടല്ല പ്രിയമുള്ളവര്. നമുക്ക് വേണ്ടി സഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി വേദനിച്ച കർത്താവ്, നമുക്ക് വേണ്ടി അടികളേറ്റ കർത്താവ്, നമുക്ക് വേണ്ടി ക്രൂശിത മരണം വഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലേക്ക് കടന്നുപോയ കർത്താവ്, പരിഹസിച്ചവരെ നോക്കിയിട്ടും നിന്ദിച്ചവരെ നോക്കിയിട്ടും അവനെ തല്ലിയവരെ നോക്കിയിട്ടും അവനെ പരിഹസിച്ചവരെല്ലാം നോക്കിയിട്ട് പിതാവേ ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുവാൻ നമുക്ക് മുന്നിൽ ഒരാളുണ്ടായിരുന്നത് യേശു കർത്താവ് മാത്രമായിരുന്നു. പ്രിയമുള്ളവർ, മറ്റുള്ളവരെ വേദനകളെ കണ്ട് ആശ്വസിപ്പിക്കുന്ന, മുറിവ് കെട്ടുന്ന, അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ആ യേശുവിന്റെ കൃപയാണ് നമ്മുടെ അകത്ത് വെളിപ്പെട്ടതെങ്കിൽ ആ കൃപയ്ക്കൊത്തവണ്ണം ഈ വലിയ കൃപ അനുഭവിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്
വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് പറയുക ചെയ്യുന്നത്. കിട്ടിയ കൃപ അത് വ്യർത്ഥമായി പോകരുത് പ്രിയമുള്ളവര്. ദൈവം തന്നതാ. എന്തിനാ? മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കണം, മറ്റുള്ളവർ കർത്താവിനെ അനുഭവിക്കണം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് നിങ്ങൾ വലിയ അറിവുള്ളവരായി കർത്താവിനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ കർത്താവിന്റെ തേജസ്, ഈ കർത്താവിന്റെ അഭിഷേകം ഇന്ന് പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ചൊരിഞ്ഞു തരാൻ ആഗ്രഹിച്ച കർത്താവ് നമ്മുടെ മധ്യേ നിൽക്കുകയാണ്. അവന്റെ സന്നിധിയിൽ കൃപ അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങൾക്ക് വേണ്ടി സകലതും വഹിച്ചവനായ, സഹിച്ചവനായ, പാപങ്ങൾ ഏറ്റെടുത്തവനായ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ, ഈ പ്രഭാതത്തിൽ തന്ന ദൈവകൃപയുടെ അനുഗ്രഹം പ്രാപിക്കാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയെങ്കിൽ ആ ശക്തിയും കൃപയും ഞങ്ങൾ അനുഭവിച്ച് കടന്നു പോകാൻ എന്റെ കർത്താവേ നീ ഇടയാക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.